ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 4th സെമസ്റ്ററിലെ ബേസിക് ഇൻഫോർമാറ്റിക്സ് ഫോർ മാനേജ്മെൻറ്റ് എന്ന ടെക്സ്റ്റാണ് കേട്ടോ. അതിലെ ഫസ്റ്റ് മൊഡ്യൂള് ബേസിസ് ഓഫ് എക്സൽ. എന്താണ് എക്സൽ? എക്സൽ എന്താണെന്നൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. മൈക്രോസോഫ്റ്റ് എക്സൽ ഈസ് എ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഇൻക്ലൂഡഡ് ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട്. അതായത് മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് ഇൻക്ലൂഡ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് എക്സൽ എന്ന് പറയുന്നത്. It is an application program used for calculation, tablet, graph, accounting and also for text record. ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? അതായത് കാൽക്കുലേറ്റ് ചെയ്യാനും ടേബിൾസും ഗ്രാഫ് അക്കൗണ്ടിങ് ഈ റെക്കോർഡ്സുകളൊക്കെ സൂക്ഷിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഈ മൈക്രോസോഫ്റ്റ് എക്സൽ എന്നുള്ളത്. ഓക്കെ, അത് ബാക്കിയുള്ളതൊക്കെ ഡയഗ്രാമായിട്ടാണ് കാണിച്ചേക്കുന്നത്. എക്സലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് ചോദിക്കും. എന്തൊക്കെയുണ്ട്? ടൈറ്റിൽ ബാർ, ടൂൾ ബാർ, മെനു ബാർ, നെയിം ബോക്സ്, വർക്ക്ഷീറ്റ്, കോളം ഹെഡിങ്, റോ ഹെഡിങ്, റോ ഹെഡിങ് 7 എണ്ണം ഉണ്ട് കേട്ടോ, 7 പോയിൻറ്റ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ചോദിക്കും. എന്താണ് ടൈറ്റിൽ ബാർ, എന്താണ് ടൂൾ ബാർ, അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതും ഇതിൻ്റെ ഫങ്ഷൻസ് ഇതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും ഒരു വരി എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചോദിക്കാറുള്ളതാണ് നാവിഗേഷൻ, കീ സ്റ്റോക്ക് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് മൂവ്മെൻറ്റ്സ് ആർ ഗിവൺ ബിലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? മൂവ് ദ ആക്റ്റീവ് സെൽ അപ്പ്, ഡൗൺ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബൈ 1 സെല്ല്. ദെൻ എൻ്റർ കീ, ടാബ്, പേജ് അപ്പ്, പേജ് ഡൗൺ, ഹോം, കൺട്രോൾ പ്ലസ് ഹോം, കൺട്രോൾ പ്ലസ് എൻഡ് കീ എന്താണ്? ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കാം. പിന്നെ ഒരു വർക്ക്ഷീറ്റ് ഡിലീറ്റ് ആക്കാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഡിലീറ്റ് എ വർക്ക്ഷീറ്റ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. നെക്സ്റ്റ് ഇതിലെ ഒരു എക്സേ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ഫോർമാറ്റിംഗ് ടെക്നിക്ക് എന്നും പറഞ്ഞിട്ട് ഒരു 20 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് പോയിൻ്റായിട്ട് പഠിച്ചാൽ മതി. യൂസ് ബിൽറ്റ് ഇൻ സെൽ ടൈൽസ്, യൂസ് ബോൾഡ്, ചേഞ്ച് ഇൻ ദ ഫോണ്ട്, ടെക്സ്റ്റ് റാപ്പിംഗ്, സോർട്ടിങ്, ചേഞ്ച് അലൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 20 പോയിൻ്റ് ഉണ്ട്. 20 പോയിൻ്റ് 8 മാർക്കിൻ്റെ അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. പിന്നെ എന്താണ് മെയിൽ മെർജ് പ്രോസസ്സ്, പിന്നെ മെയിൽ മെർജ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. സോ ഈ പോർഷനിൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ പോർഷൻ ഇത്രയേ ഉള്ളെങ്കിലും ഇതിൽ 2 മാർക്കിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. സോ പാർട്ട് എയിൽ എന്താണ് വർക്ക് ബുക്ക്, എക്സ്പ്ലെയിൻ സെൽ അഡ്രസ്സ്, എക്സൽ ഫയൽ, എക്സൽ ഷീറ്റ് എന്താണ് വർക്ക് ഷീറ്റ്, എന്താണ് പൈവറ്റ് ടേബിൾ, നാവിഗേറ്റ് ബിറ്റ്വീൻ വർക്ക് ഷീറ്റ്, എന്താണ് റിനെയിം വർക്ക് ഷീറ്റ്, ഈ സ്റ്റെപ്പ് ടു റിനെയിം വർക്ക് ഷീറ്റും ആൻഡ് ഡിലീറ്റിംഗ് വർക്ക് ഷീറ്റ് റിനെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഡിലീറ്റ് ചെയ്യുന്നത് എന്താണെന്നും എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അത് പഠിക്കുക. പിന്നെ ഹൗ സെൽ സ്റ്റൈൽ ഈസ് ചേഞ്ച്ഡ്, പിന്നെ എന്താണ് ഡാറ്റ ഫിൽ ഓപ്ഷൻ, എന്താണ് മെർജ് സെല്ല്, എന്താണ് ടെക്സ്റ്റ് റാപ്പിംഗ്, എന്താണ് റിബൺ തുടങ്ങിയതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. പാർട്ട് ബിയിലാണ് സ്പ്രെഡ്ഷീറ്റിനെ കുറിച്ചുള്ള എസ്സേ ചോദിക്കും. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് സ്പ്രെഡ്ഷീറ്റ്, ദെൻ എക്സ്പ്ലെയിൻ ദ ഫിൽട്ടറിങ് ഇൻ എക്സൽ, എക്സ്പ്ലെയിൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, പിന്നെ ഡേറ്റ വാലിഡേഷൻ, ഡേറ്റ അവൈലബിൾ ഇൻ എക്സൽ, പ്രൊട്ടക്റ്റ് വർക്ക്ഷീറ്റ് ആൻഡ് എന്താണ് മെയിൽ മെർജ്. ഇതൊക്കെ 8 മാർക്കിൻ്റെ എസ്സേയിൽ ചോദിക്കുന്നതാണ്. പാർട്ട് സി ലോങ് എസ്സേയിലാണ് കമ്പോണൻസ് ഓഫ് എക്സൽ. വേരിയസ് കമ്പോണൻസ് ഓഫ് എക്സൽ മസ്റ്റാണ് കേട്ടോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ. പിന്നെ അതിൻ്റെ ഫ്യൂച്ചേഴ്സ് ഓഫ് എക്സൽ ചിലപ്പോൾ അത് ഒന്നിച്ചായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. വാട്ട് ആർ ദ ഫ്യൂച്ചേഴ്സ് ആൻഡ് വേരിയസ് കമ്പോണൻസ് ഓഫ് എക്സൽ എന്നായിരിക്കും ചോദിക്കുന്നത്. എന്നിട്ട് അതൊരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്താണെന്നും, പിന്നെ മെയിൽ മെർജ്, ഈ മെയിൽ മെർജും എക്സലും സ്പ്രെഡ്ഷീറ്റും ഈ 3 വേർഡ് ഈ ചാപ്റ്ററിൽ മറക്കാണ്ട് പഠിക്കുക. ആ 3നെ കുറിച്ചുള്ളൊരു എസ്സേ എന്തായാലും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഫോർമുലാസ്, ഫങ്ഷൻ ആൻഡ് ചാർട്ട്. എന്താണ് ഫോർമുല, എന്താണ് ഇൻസേർട്ടിങ് ഫോർമുല, അതിൻ്റെ സയൻസ് എന്താണ്, അതൊക്കെ പഠിച്ചു വെക്കുക. ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പറഞ്ഞിട്ട് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഫോർമുലയ്ക്കുള്ളത്, സെൽ റെഫറൻസ് അതൊക്കെ പഠിക്കുക. എന്തൊക്കെ റിലേറ്റീവ് സെൽ റെഫറൻസും അബ്സൊല്യൂട്ടീവ് സെൽ റെഫറൻസും മിക്സഡ് സെൽ റെഫറൻസും ഉണ്ട്. അപ്പം അതെന്താണെന്ന് പഠിക്കുക. പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ കുറേ സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അഡീഷൻ ചെയ്യാനും സബ്സ്ട്രാക്ഷൻ ചെയ്യാനും മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സിമ്പിൾസ് നമുക്ക് ഓൾറെഡി അറിയാം. അത് മേ ബി അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, എന്നാലും ജസ്റ്റ് ചോദിച്ചാലേ ഉള്ളൂ. പിന്നെ എന്താണ് ഇൻ്റർഷീറ്റ് റെഫറിങ് എന്താണെന്ന്
ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫങ്ഷൻസ് ഇൻ എക്സൽ. എന്തൊക്കെ ഫങ്ഷൻസ് ആണ്, അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, അതെപ്പോഴും പഠിക്കുക. എന്തൊക്കെ ഫങ്ഷൻസ് ആണ് എക്സലിന് ചെയ്യാനുള്ളത്? ഡേറ്റ ആൻഡ് ടൈം എക്സൽ ഉണ്ട്, എഞ്ചിനീയറിംഗ് എക്സൽ ഫംഗ്ഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഉണ്ട്, ഇൻഫർമേഷൻ, ലോജിക്കൽ എക്സൽ, ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ, മാത്ത് ആൻഡ് ട്രിഗോണോമെട്രിക് എക്സൽ ഫംഗ്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്കൽ എക്സൽ, ടെക്സ്റ്റ് എക്സൽ ആൻഡ് ക്യൂബ് എക്സൽ തുടങ്ങിയത് ഉണ്ട്. അത് ഫങ്ഷൻസ്, ഈ ഫങ്ഷൻസ് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് എക്സൽ PMT ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്, അത് എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ്, അത് പഠിക്കുക. പിന്നെ ഇതിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫങ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫാക്റ്റ്, എന്താണ് കൗണ്ട്, എന്താണ് ആവറേജസ്, ഇതൊക്കെ 2 മാർക്കിൽ ചോദിക്കുന്നതാണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കലി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മോഡ് ഒക്കെ കണ്ടുപിടിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ അതും ജസ്റ്റ് ഒന്ന് ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, ജസ്റ്റ് പഠിച്ചാൽ മതി. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇഫ് ഫംഗ്ഷൻ. എന്താണ് ഇഫ് ഫംഗ്ഷൻ? ഇഫ് പെർഫോംസ് എ ലോജിക്കൽ ടെസ്റ്റ് ഓൺ ദ സെൽസ് ഇൻ ദ റേഞ്ച്, ദ ബേസിസ് ഫോം ഓഫ് ദ ഇഫ് ഫംഗ്ഷൻ ഈസ് ദ ഫോം ഈസ് ഈക്വൽ ടു ഇഫ് കണ്ടീഷൻ വാല്യൂ ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ വാല്യൂ ഇഫ് കണ്ടീഷൻ ഈസ് ഫേഴ്സ്. ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു ഡയഗ്രാം പോലെ വരച്ച് കാണിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 വരി എഴുതി വെച്ചിട്ട് ആ ഡയഗ്രാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ എന്താണ് ആൻഡ് ഓർ ഫംഗ്ഷൻ? ഈ ഫംഗ്ഷൻസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഫംഗ്ഷൻ ആൻഡ് ഓർ ഫംഗ്ഷൻ അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പിന്നെ നോട്ട് എന്തിനാണ്, നോട്ട്, ഇൻഫെറർ, ട്രൂ ആൻഡ് ഫാൾസ് എന്തിനാണെന്നുള്ളത്. പിന്നെ മാക്രോസ് എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിലെ 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് ചാർട്ട് ഇൻ എക്സൽ. എക്സലിൽ ചാർട്ടുകൾ ഏതൊക്കെയാണ്? അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാർട്ടുകളാണ് കോളം ചാർട്ട്, ബാർ ചാർട്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, XY ചാർട്ട് ആൻഡ് ഏരിയ ചാർട്ട്. ഈ ചാർട്ടുകളൊക്കെ നമുക്ക് ഡയഗ്രാം സഹിതം വരയ്ക്കാൻ പറ്റും. ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, അടിപൊളിയായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ദെൻ എലമെൻറ്റ്സ് ഓഫ് എ ചാർട്ട്. എന്തൊക്കെ ഒരു ചാർട്ടിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് പോയിൻ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ചാർട്ട് ഏരിയ, പ്ലോട്ട് ഏരിയ, ചാർട്ട് ഫ്ലോറ്, ചാർട്ട് മെയിൻ ടൈറ്റിൽ, ചാർട്ട് സബ് ടൈറ്റിൽ, X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ് ആൻഡ് ആക്സിസ് ടൈറ്റിൽ. പിന്നെ ടെക്സ്റ്റ് ബോക്സ്, ഒരു ചാർട്ടിൽ ടെക്സ്റ്റ് ബോക്സ് അങ്ങനെ ആഡ് ചെയ്യുന്നതെന്നുള്ളത്, ഡ്രോ എ ടെക്സ്റ്റ് ബോക്സ് ആണ് ചാർട്ട് എന്ന് പറഞ്ഞിട്ട് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതിനൊരു 4 പോയിൻറ്റ്സ് ആണുള്ളത്, അത് പഠിക്കാം. പിന്നെ ഇതിലെ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫോർമുല ഇൻ എക്സൽ, എന്താണ് സെൽ റെഫറൻസ്, എന്താണ് അബ്സൊല്യൂട്ടീവ് സെൽ റെഫറൻസ്, എന്താണ് അതിൻ്റെ ഫംഗ്ഷന്, റേഞ്ച് എന്താണ്, NPV എന്താണ്, PMT എന്താണ് ഫാക്റ്റ്, എന്താണ് മൈക്രോസ് ഇൻ എക്സൽ, കമ്പോണൻസ് ഇൻ എ ചാർട്ട്, ചാർട്ട് ഇൻ എക്സൽ, എന്താണ് കോളം ചാർട്ട് തുടങ്ങിയതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലാണ്. ഇതിൽ B പോർഷനിൽ വരുന്നതാണ് കമ്പോണൻസ് ഓഫ് എ ഫോർമുല. പിന്നെ ഏതൊക്കെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ് എക്സൽ യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കലിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ PMTയുടെ എക്സാമ്പിൾ സഹിതം ചോദിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ മീഡിയൻ ആൻഡ് മോഡ്, നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇതിൽ പഠിച്ചതാണ്, അത് എന്താണെന്ന് പറയുക. പിന്നെ എക്സ്പ്ലെയിൻ ഇഫ് ഫംഗ്ഷൻ ആൻഡ് അതിൻ്റെ എക്സാമ്പിൾ സഹിതം കൊടുക്കുക. പിന്നെ എന്താണ് കോളം ചാർട്ട്, പിന്നെ ബാർ ചാർട്ട് എന്താണ്, പൈ ചാർട്ട് എന്താണ്. കഴിഞ്ഞ തവണ ബാർ ചാർട്ടാണ് കേട്ടോ ചോദിച്ചിരുന്നത്. സോ ഈ ചാർട്ടുകളൊക്കെ പഠിച്ചിരിക്കുക. ഏതാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ചാർട്ടുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലോങ് എസ്സേയിൽ വരുന്നതാണ് ഫോർമുല ഇൻ എക്സൽ തന്നെയാണ് വരുന്നത്. പിന്നെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആൻഡ് ലോജിക്കൽ ഫങ്ഷൻസ് യൂസ്ഡ് ഇൻ എക്സൽ. പിന്നെ എന്താണ് മാക്രോസ്, എങ്ങനെയാണ് അതിൻ്റെ യൂസ്, പിന്നെ വാട്ട് ഈസ് ചാർട്ട്, എന്താണ് ചാർട്ട്, അതിൻ്റെ കമ്പോണൻസ്. ഈ ചാർട്ട് പഠിച്ചിരുന്നാലുള്ള ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്രത്തോടു കൂടെ വരയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് ഫുൾ മാർക്ക് കവർ ചെയ്യാം. അതെന്തായാലും 8 മാർക്കിനോ 15 മാർക്കിനോ ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ചാർട്ടുകളെല്ലാം പഠിച്ചു വെക്കുക. അതുമാത്രമല്ല ആ ചാർട്ടുകളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് 2 മാർക്കിലും ചോദിക്കും. അപ്പോൾ ചാർട്ട് മസ്റ്റായിട്ട് പഠിക്കാം. നെക്സ്റ്റാണ് മൊഡ്യൂൾ 3ൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്? ദ ആപ്ലിക്കേഷൻ ആൻഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സോഫ്റ്റ്വെയർസ് ഇൻ അക്കൗണ്ടിങ് ഈസ് കോൾഡ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനെല്ലാം നമ്മൾ വിളിക്കുന്നതാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. അതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഈ ചാപ്റ്റർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. കാരണം ഇതിലാണ് കൂടുതൽ തിയറി ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഫ്യൂച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്? നമുക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാനുവലിനെക്കാട്ടിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്പീഡ് ഉണ്ടാവും.
കൂടുതൽ ആക്യുറസി ഉണ്ടാവും, ഓർഗനൈസേഷൻ ഉണ്ടാവും, കോസ്റ്റ് ഉണ്ടാവും, സേഫ്റ്റിയാണ്, ലെജിബിലിറ്റിയാണ്, ഫിസിക്കൽ സ്പേസ് ഉണ്ടാവും, സിംപ്ലിസിറ്റി ഓഫ് കാൽക്കുലേഷൻ, ഈസ് ഓഫ് മേക്കിംഗ് ചേഞ്ചസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, കോസ്റ്റ് ആൻഡ് റിപ്പോർട്ട്. ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്? കമ്പ്യൂട്ടർ കൊണ്ട് ഉപയോഗം ഉള്ളതുകൊണ്ട് നമുക്ക് എന്താണ്, ഫാസ്റ്റ്, പവർഫുൾ ആൻഡ് സിമ്പിളാണ്. നെക്സ്റ്റ് കംപ്ലീറ്റ് വിസിബിലിറ്റി, ദ യൂസർ എക്സ്പീരിയൻസ്, ആക്യുറസി, സ്പീഡ്, സ്കേലബിലിറ്റി, പവർ, അത് 17 പോയിൻ്റ് ഉണ്ട്. അതും ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, പഠിക്കുക. പിന്നെ അതിൻ്റെ തന്നെ ഡിസഡ്വാൻറ്റേജസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫ്യൂച്ചേഴ്സ് ഓഫ് ടാലി, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂച്ചേഴ്സ് ഓഫ് ടാലി. ഇതിലെ എല്ലാ തിയറിയും മസ്റ്റായിട്ട് പഠിക്കുക കേട്ടോ, കാരണം ഇതിൽ ബാക്കിയുള്ളതൊക്കെ ഡയഗ്രാം വെച്ച് പഠിക്കുന്നതും നമുക്ക് അതിൻ്റെ സിമ്പിൾസൊക്കെ വെച്ച് പഠിക്കുന്നതുകൊണ്ട് അങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ എസ്എ പോർഷനും തിയറി പോർഷനും ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലുണ്ട്. ദെൻ എന്തൊക്കെയാണ് ഫ്യൂച്ചേഴ്സ് ഓഫ് ടാലി, അത് പഠിക്കുക. അത് പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതും 15 പോയിൻ്റാണ്. അതുകൊണ്ട് അത് എസ്എ ക്വസ്റ്റ്യൻ ആണ്. ഇത് ടാലിയുടെ ആവശ്യകത എന്താണ്, ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് എന്താണ് ടാലി, അത് ഇമ്പോർട്ടൻ്റ് ആണ് ആ ക്വസ്റ്റ്യൻ കേട്ടോ. അത് അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ, എന്താണ് ODBC, എന്താണ് ഗ്രാഫിക്കൽ അനാലിസിസ് ഓഫ് ഡേറ്റ, എന്താണ് ഡയറക്റ്റ് വെബ്, എന്താണ് പ്രോട്ടോകോൾ സപ്പോർട്ട്, എന്താണ് ടാലി ഓഡിറ്റ്, എന്താണ് ഡേറ്റ സെക്യൂരിറ്റി, എന്താണ് സെക്യൂരിറ്റി ലെവൽ, എന്താണ് ഡേറ്റ ബാക്കപ്പ് നമുക്ക് ചോദിച്ചതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ഇത്രയും എസ്എ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് പഠിക്കുക, ഈ തിയറി പോർഷൻ ഒഴിവാക്കാണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ ഷോർട്ട് ആൻസറിൽ വരുന്ന പാർട്ടിൽ വരുന്ന എന്താണ് ODBC, എന്താണ് ടാലി വോൾട്ട്, എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, എന്താണ് ടാലി. പിന്നെ പാർട്ട് ബിയിൽ നീഡ്സ് ഓഫ് ടാലി ഉണ്ട്, ഫീച്ചേഴ്സ് ഓഫ് ടാലി ചോദിക്കാറുണ്ട്. ദെൻ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ദെൻ ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് ഓഫ് ടാലി. ഇനി പാർട്ട് സിയിലാണ് മെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, ഫ്യൂച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്, പിന്നെ ടാലിയുടെ സോഫ്റ്റ്വെയർ അക്കൗണ്ടിങ്, പിന്നെ ഡിമെറിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്. സോ ഈ തിയറി പോർഷൻ ഇതിലൊന്നും ഒഴിവാക്കാനില്ല, കാരണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഒന്നെങ്കിൽ ഇത് 8 മാർക്കിനും എസ്എ പോർഷനിലും ഫുള്ളായിട്ട് ചോദിക്കുന്നതാണ്, അത് ഒഴിവാക്കരുത് കേട്ടോ. ആ തിയറി പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. നെക്സ്റ്റ് ടാലി ഫണ്ടമെൻ്റൽസ് ആൻഡ് പ്രോസസ്സിംഗ് ട്രാൻസാക്ഷൻ, മൊഡ്യൂൾ 4 ആണ്. ടാലി ഫണ്ടമെൻ്റൽസ് ആൻഡ് പ്രോസസ്സിംഗ് ട്രാൻസാക്ഷൻസ് എന്നാണ് സ്റ്റാർട്ടിങ് ടാലി. സ്ക്രീൻ കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. ടൈറ്റിൽ ബാർ, ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, മിനിമൈസ് ബട്ടൺ, ബട്ടൺ പിൻ, ഹൊറിസോണ്ടൽ ബട്ടൺ ബാർ, വെർട്ടിക്കൽ ബട്ടൺ, അങ്ങനെ കുറച്ച് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കാം. ദെൻ മൗസ് കീബോർഡ് കൺവെൻഷൻ, അതിൻ്റെ മൗസിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലേ, അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, എന്നാലും ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്. അതിൻ്റെ പർട്ടിക്കുലേഴ്സ് എന്തൊക്കെയാണ്, ക്ലിക്കിന് നമ്മൾ എന്താ ചെയ്യുന്നത്, പ്രസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ അല്ലേ. ഡബിൾ ക്ലിക്ക് എന്താണ്, പ്രസ് ആൻഡ് റിലീസ് ദ ലെഫ്റ്റ് മൗസ് ബട്ടൺ ട്വീസ് വിത്തൗട്ട് മൂവിങ് ദ മൗസ് പോയിൻ്റർ ഓഫ് ദം. ദെൻ ചൂസ് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്, മൗസ് കൊണ്ട് എന്തൊക്കെ ആക്ഷൻ ആണ്, അതിൻ്റെ പർട്ടിക്കുലേഴ്സ് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്വിറ്റിംഗ് ടാലി എന്താണ്, അതും ചോദിക്കാറുണ്ട്. പിന്നെ ക്രിയേറ്റിംഗ് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ ഒരു 24 പോയിൻറ്റ്സ് ആണുള്ളത്, അത് ഈ പാർട്ടിൽ എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നതാണ്. ദെൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിലീറ്റിംഗ് എ കമ്പനി, സെലക്ട് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ Alt+F3, ദെൻ പ്രസ് Alt+D, ഡിലീറ്റ് ഓർ നോട്ട് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് സിമ്പിൾസായി ചോദിക്കത്തുള്ളൂ, എന്താണ് എന്നത് ചോദിക്കുക. ദെൻ എന്താണ് സെലക്റ്റഡ് കമ്പനി, എന്താണ് ആക്റ്റീവ് കമ്പനി എന്ന് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് എന്താണ് ഹോട്ട് കീ, ഇതിൽ 2 മാർക്കിൽ ചോദിക്കുന്നതാണ്, എന്താണ് ഹോട്ട് കീ. ദെൻ F11 ഫ്യൂച്ചേഴ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. F11 ഫ്യൂച്ചേഴ്സ് അത് പഠിക്കുക, അത് എസ്എ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് സിംഗിൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മൾട്ടി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത് ചോദിക്കാറുണ്ട്, അത് പഠിച്ചു വെക്കുക. ദെൻ അക്കൗണ്ട്സ് ആൻഡ് ഗ്രൂപ്പ് ലിങ്ക്, അത് അക്കൗണ്ട്സ് ആൻഡ് ഗ്രൂപ്പ്സ് ഓഫ് ലിങ്ക് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാപിറ്റൽ, അതിൻ്റെ ഗ്രൂപ്പ് ഫോർ ലിങ്കിങ് ആണ് ക്യാപിറ്റൽ. ദെൻ സെയിൽസ് അക്കൗണ്ട് സെയിൽസ്, റിട്ടേൺ ഇൻവാൻഡ് അക്കൗണ്ട് സെയിൽസ്, പർച്ചേസ് അക്കൗണ്ട് പർച്ചേസസ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. പിന്നെ ഓൾട്ടറിങ് എ ലെഡ്ജർ ഗ്രൂപ്പ്, എന്നിങ്ങനെ ലെഡ്ജർ ഡിലീറ്റ് ചെയ്യാം, എന്താ ഓൾട്ടറിങ് എങ്ങനെ ചെയ്യാം, ഡിസ്പ്ലേയിങ് എ ലെഡ്ജർ ഗ്രൂപ്പ്, അതും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇൻവെൻറ്ററി വൗച്ചേഴ്സ് എന്താണ്, എൻ്ററിങ് ട്രാൻസാക്ഷൻ ഇൻ വൗച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പഠിക്കുക. ദെൻ ഓൾട്ടറിങ് ആൻഡ് ഡിലീറ്റിങ് എ വൗച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ് കേട്ടോ. ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഓൾട്ടറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും. ദെൻ ഷോർട്ട് കട്ട് കീസ് ഡ്യൂറിങ് വൗച്ചർ എൻട്രി ചെയ്യാനുള്ളതിൻ്റെ ഷോർട്ട് കട്ട് കീസ് പഠിച്ചു വെക്കുക. Alt+C എന്തിനാണെന്നുള്ളത്, പിന്നെ Ctrl+A, Ctrl+R എന്തിനാണ്,
PGF, PGDN, plus sign or, Alt plus A, Alt plus F1 to F4, Alt plus 1, Alt plus X, Control plus D. ഇതൊക്കെ എന്തിനാണെന്നുള്ളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. എ പാർട്ടിൽ എന്താണ് ഹോട്ട് കീ, അത് മസ്റ്റാണ്. എന്താണ് ഗേറ്റ് വേ ഓഫ് ടാലി, എന്താണ് വൗച്ചർ, എന്താണ് പ്രൈമറി അക്കൗണ്ട് ഗ്രൂപ്പ്, എന്താണ് കോൺട്രാ വൗച്ചർ, പിന്നെ ലെഡ്ജർ എന്താണ്, എങ്ങനെയാണ് ടാലി സ്റ്റാർട്ട് ചെയ്യുന്നത്, പിന്നെ എന്താണ് ട്രയൽ ബാലൻസ്, വാട്ട് ഈസ് എലിയാസ് നെയിം, എപ്പോഴും ചോദിക്കാറുള്ള കേട്ടോ. ദെൻ റെഫറൻസ് ബിൽ വൈസ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, ഹൗ ക്യാൻ എഡിറ്റ് എ വൗച്ചർ, എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്, കമ്പനി ഡിസ്ക് എന്താണ്, എങ്ങനെയാണ് ഒരു കമ്പനി ഡിലീറ്റ് ചെയ്യുന്നത്, പിന്നെ A+C എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതാണ് എ പാർട്ടിൽ വരുന്നത്. essay ക്വസ്റ്റ്യൻ ആയിട്ട് എന്താണ് ODBC എന്താണെന്ന് ചോദിക്കും, എന്താണ് അക്കൗണ്ടിങ് ഗ്രൂപ്പ്, പിന്നെ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ആൾട്ടറിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. പിന്നെ സ്ക്രീൻ കമ്പോണൻസ് ഓഫ് ടാലി പഠിക്കുക. പിന്നെ മൗസ്, അത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. മൗസിൻ്റെ കൺവെൻഷൻസ്, മൗസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും, പിന്നെ എന്താണ് പ്രൈമറി അക്കൗണ്ട് ഗ്രൂപ്പ്, പിന്നെ ഒരു പുതിയ വൗച്ചർ ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ്, പിന്നെ എന്താണ് ഓപ്ഷണൽ വൗച്ചേഴ്സ്, എന്താണ് പോസ്റ്റ് ഡേറ്റഡ് വൗച്ചേഴ്സ് എന്നുള്ളത് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇനി പാർട്ട് സിയിൽ വരുന്നതാണ് എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ഫ്യൂച്ചേഴ്സ് ഓഫ് ടാലി ഇമ്പോർട്ടൻ്റ് ആണ്, അത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതാണ്. പിന്നെ എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഓപ്ഷണൽ വൗച്ചേഴ്സ്, പോസ്റ്റ് ഡേറ്റഡ് വൗച്ചർ, റിവേഴ്സ് ജേഡൽ, പിന്നെ F11 ഫ്യൂച്ചേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കുക. പിന്നെ എന്തൊക്കെ വൗച്ചേഴ്സാണ് ടാലിയിലുള്ളത്, ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ലാസ്റ്റ് മൊഡ്യൂളാണ് ജനറേറ്റിംഗ് ആൻഡ് പ്രിൻറ്റിംഗ് ഓഫ് അക്കൗണ്ടിങ് റിപ്പോർട്ട്. ഓക്കെ, ടാലിയുടെ 3 അക്കൗണ്ടിങ് പാക്കേജാണ് ടാലിക്കുള്ളത്. എന്തൊക്കെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ബുക്ക് ആൻഡ് രജിസ്റ്റേഴ്സ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്. അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് വരുന്നത്. ഓക്കെ, നമ്മളിത് അക്കൗണ്ടിങ്ങിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പം അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. എന്താണ് ട്രയൽ ബാലൻസ്, എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതൊക്കെ ചോദിക്കും. പിന്നെ അത് ടാലിയിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുള്ള സിമ്പിൾസ് ഏതൊക്കെയാണ്, ക്ലിക്ക് പ്ലസ് ഓൾട്ടർ പ്ലസ് F1, ഓൾട്ടർ പ്ലസ് F2 കോൺഫിഗറേഷൻ ചെയ്യുന്നത്, അതിൻ്റെ പീരിയഡ് ചെയ്യുന്നത്, പിന്നെ പീരിയഡിക് പെർഫോമൻസ് അതിൻ്റെ കമ്പയർ ചെയ്യാൻ ഓൾട്ടർ പ്ലസ് N. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്, അത് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് എന്താണ്, ബാലൻസ് ഷീറ്റ് അത് ബാലൻസ് ഷീറ്റ് ടാലിയിൽ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം. ഓക്കെ, അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നമ്മൾ ആരോ മാർക്ക് ഇട്ട് എഴുതണം കേട്ടോ. അതെങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത്. ഗോ ടു ഗേറ്റ് വേ ഓഫ് ടാലി, ദെൻ ആരോ മാർക്ക് ബാലൻസ് ഷീറ്റ് എടുക്കുക, ദെൻ ക്ലിക്ക് പ്ലസ് ഓൾട്ടർ പ്ലസ് F1, ദെൻ ഓൾട്ടർ പ്ലസ് F2, എന്താണ് F12, ഓൾട്ടർ പ്ലസ് N. ഇതൊക്കെ എന്താണെന്നും പഠിച്ചു വെക്കുക. ബാലൻസ് ഷീറ്റ് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ദെൻ അക്കൗണ്ടിങ് ബുക്സ്, ഏതൊക്കെ അക്കൗണ്ടിങ് ബുക്സാണ് ഉള്ളത്? ക്യാഷ് ബുക്ക് ഉണ്ട്, ഗ്രൂപ്പ് സമ്മറി ഉണ്ട്, സെയിൽസ് രജിസ്റ്റർ ഉണ്ട്, ജേണൽ ബുക്ക് ഉണ്ട്, ലെഡ്ജർ ഉണ്ട്, ഗ്രൂപ്പ് വൗച്ചേഴ്സ് ആൻഡ് പർച്ചേസ് രജിസ്റ്റർ. ഇത് ചിലപ്പോൾ ഒരു ഫുള്ളായിട്ട് ഡയഗ്രാമായിട്ടും ചോദിച്ചിട്ട് അതിൻ്റെ സിമ്പിൾസൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ പഠിച്ചു വെക്കുക. പിന്നെ ടൈപ്സ് ഓഫ് പ്രിൻ്റ് കോൺഫിഗറേഷൻ ഓപ്ഷൻസ് ആൻഡ് മൾട്ടി അക്കൗണ്ട് പ്രിൻറ്റിങ്, പിന്നെ യൂസ് ഓഫ് ഓൾട്ടർ പ്ലസ് P ബട്ടൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു തിയറി പോർഷനാണ്. അപ്പോൾ 3ാമത്തെ പോർഷനും ഈ ലാസ്റ്റ് പോർഷനും ഒരു ഫുൾ തിയറി പോർഷനാണ്. അത് മസ്റ്റായിട്ടും പഠിക്കുക. പിന്നെ ഇതിൽ പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്, എന്താണ് ട്രയൽ ബാലൻസ്, പിന്നെ ഡിസ്പ്ലേ എങ്ങനെയാണ് നമുക്ക് P&L അക്കൗണ്ട് എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക, എന്താണ് ബാലൻസ് ഷീറ്റ്, എന്താണ് ക്യാഷ് ബുക്ക് ആൻഡ് ബാങ്ക് ബുക്ക് എന്താണെന്നുള്ളത് ചോദിക്കും. പിന്നെ പാർട്ട് ബിയിൽ വരുന്നതാണ് എന്താണ് പർച്ചേസ് രജിസ്റ്ററിൻ്റെ കണ്ടൻറ്റ്, പിന്നെ ഡേ ബുക്ക് എന്താണ്, അതെങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ലെഡ്ജർ ആൻഡ് ഗ്രൂപ്പ് വൗച്ചേഴ്സ് കണ്ടൻറ്റ് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. പിന്നെ എന്താണ് കോൺഫിഗറേഷൻ ഓപ്ഷൻസ് എന്നുള്ളത്. പാർട്ട് സിയിൽ വരുന്നതാണ് പ്രൊസീജിയറാണ്, ടാലി റിപ്പോർട്ട് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ വേരിയസ് റിപ്പോർട്ട് കൺസിസ്റ്റ് ഇൻ അക്കൗണ്ട് ബുക്സിൻ്റെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരും. പിന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് എന്താണ്, എങ്ങനെയാണത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സോ ഇത് ഈസി ആയിട്ട് നമുക്ക്, കാരണം ഡയഗ്രം ഉള്ളൂ പിന്നെ സിമ്പിൾസും ഉള്ളൂ. ബാക്കിയുള്ള പോർഷൻസ് വെച്ച് നോക്കുമ്പോൾ 3-5 പോർഷൻസ് തിയറി ആണെങ്കിൽ ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് ജസ്റ്റ് സിമ്പിൾസ് ഡയഗ്രാംസ് ഒക്കെ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് S ഗ്രേഡ് വാങ്ങാൻ പറ്റിയൊരു പോർഷനാണ്. അടിപൊളിയായിട്ട് പഠിക്കുക. ചെറിയൊരു ടെക്സ്റ്റാണ്. തിയറി പോർഷൻ ആ 2 ഉള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ബാക്കിയൊക്കെ പഠിച്ചു വെക്കാം. പിന്നെ ഈ ഓൾട്ടർ പ്ലസ് D അങ്ങനെയുള്ളതൊക്കെ ആ സിമ്പിൾസൊക്കെ അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചു വെച്ചാൽ മതി. സോ താങ്ക് യു.